ഉക്രൈൻ സൈന്യം M777 എന്ന് പറയും, M77 ഹോവിസ്റ്റർ എന്ന് പറയുന്ന പീരങ്കിയിൽ ഉപയോഗിക്കാനായിട്ട് 155 mm ഷെല്ലുകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഇത് അവിടെയും പൊട്ടി. ഈ പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരങ്കിക്കകത്തിരുന്ന് ഇത് പൊട്ടിത്തെറിക്കുക. ആ പീരങ്കി അതിനകത്ത് സ്ഫോടനം ഉണ്ടാക്കി ഇത് പുറത്തേക്ക് പോവുകയല്ലേ ചെയ്യേണ്ട ഷെല്ല്. ആ ഷെല്ല് ചെന്ന് വീണിട്ടാണ് പൊട്ടേണ്ടത്. ഇവർ ഈ പറയുന്ന അപ്രതീക്ഷിതമായിട്ട് ഈ ഷെല്ല് പീരങ്കിക്കകത്ത് നിന്ന് പൊട്ടുക എന്ന് പറഞ്ഞാൽ പീരങ്കി കേടാവും. അങ്ങനെ സ്ഫോടനം ഉണ്ടാവുകയും വലിയ നാശനഷ്ടം ഉണ്ടാവുകയൊക്കെ ഉക്രൈൻ ചെയ്തത് ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഉക്രൈൻ അങ്ങനെ ഗതികെട്ട് പോയി, ആയുധങ്ങൾ ഇവരുടെ നിന്ന് അബദ്ധം പറ്റി വാങ്ങിച്ചത്. അപ്പോൾ അസർബൈജാനും അതേ അബദ്ധം പണിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. വാങ്ങിയ സാധനങ്ങൾക്ക് റേഞ്ചും കിട്ടുന്നില്ല, തുരുമ്പ് പിടിച്ചവയാണ്, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, ഒന്നിനും കൊള്ളാത്ത സാധനങ്ങളാണ് പാകിസ്ഥാൻ എടുത്ത് അസർബൈജാന് കൊടുത്തത്. വലിയ ചതിയായിപ്പോയി ചെയ്തതെന്ന് അസർബൈജാൻ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആയുധങ്ങളൊക്കെ പൊട്ടാത്തതാണ്, അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്തതാണ് എന്നുള്ളത് അവർ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആയുധങ്ങളാണ് പാകിസ്ഥാൻ കൊടുത്തത്. പക്ഷേ നേരെ മറിച്ച് ഇന്ത്യയുടെ ആയുധങ്ങൾ ലോകത്തിന് മുൻപിൽ ഇതാ അസർബൈജാനെ കാണിക്കാൻ പറ്റുമോ, അതായത് തുരുമ്പ് പിടിച്ച ആയുധങ്ങളാണ് പ്രദർശിപ്പിക്കേണ്ടി വരുന്നത് പാകിസ്ഥാന്. പക്ഷേ അർമേനിയയ്ക്ക് ഇന്ത്യയുടെ ലോകോത്തരമായ ആയുധങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിക്കാനായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ വലിയൊരു വിജയമാണിത്. ഇന്ത്യയുടെ ആയുധ വിപണി എന്ന് പറയുന്നത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ശത്രുക്കളെ തകർത്തെറിയാൻ പോകുന്ന ശേഷിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനയുടെ അടക്കം മിസൈലുകൾ നമ്മൾ പ്രതിരോധിച്ചതാണ്. അത് മാത്രവുമല്ല, അവരുടെ PL-15 എന്ന് പറയുന്ന മിസൈലിൻ്റെ ടെക്നോളജി കൂടി നമുക്ക് കിട്ടി. കാരണം ആ മിസൈൽ പൊട്ടാതെ ഇന്ത്യയിൽ വന്ന് വീണു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിൻ്റെ മിസൈലിൻ്റെ സിസ്റ്റം എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും അതേ രീതിയിൽ ആ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മിസൈലുകളുടെ റേഞ്ച് വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രഹരശേഷി കൂട്ടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്.